കീരവാണി എന്ന സംഗീത സംവിധായകൻ ഞാൻ ഇദ്ദേഹത്തിന്റെ പാട്ട് ഞാനൊന്ന് കേൾക്കുന്നത് 1991 അഴകൻ എന്ന ചിത്രം, മമ്മൂട്ടിയുടെ അഴകൻ എന്ന ചിത്രം. ആ ചിത്രത്തിനകത്ത് എല്ലാ ഗാനങ്ങളും വളരെ കേൾക്കാൻ ഇമ്പമുള്ളവയും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നവയുമായിരുന്നു. അതിൽ എടുത്തു പറയത്തക്ക ഒരു ഗാനം, അതിനകത്ത് ഒരു ജാതിമല്ലി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. SP ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ്. പുലമൈ പിത്തൻ എന്ന ഒരു ഗാനരചയിതാവാണ് അതിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ജാതിമല്ലി എന്ന് തുടങ്ങുന്ന ഒരു ഗാനവും ഒപ്പം കോഴികൂവും നേരം എന്ന് തുടങ്ങുന്ന മറ്റൊരു ഗാനവും തുടിക്കൃതേ നെഞ്ചം എന്ന് തുടങ്ങുന്ന മറ്റൊരു ഗാനവും, ഈ ഗാനങ്ങളെല്ലാം അന്ന് വളരെയേറെ സിനിമ കണ്ടപ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുകയാണ് ഉണ്ടായത്. പിന്നെ അന്നത്തെ കാലത്ത് ഇതുപോലെ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള മറ്റു മീഡിയകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഗാനം കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കത് വീണ്ടും സിനിമ കാണാൻ വീണ്ടും ഒന്നുകൂടെ കയറിയാലേ ആ പാട്ട് കേൾക്കാൻ പറ്റൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലഘട്ടം. ഞാൻ അന്ന് ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞാൻ ആലോചിച്ചു, ആ പാട്ട് വീണ്ടും കേൾക്കാൻ എന്ത് ചെയ്യണം. ആ അഴകൻ സിനിമയുടെ ഒരു കാസറ്റ് വാങ്ങുക. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു കടയിൽ നിന്നും അതിൽ അഴകൻ സിനിമയിലെ കാസറ്റ് വാങ്ങിച്ചു. അതിനകത്ത് എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ച പാട്ടുകളായിരുന്നു. ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? അതിനകത്ത് ഈ കീരവാണി എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു പേരായ മരകതമണി എന്നാണ് ആ സിനിമയ്ക്ക് ആ മ്യൂസിക് ചെയ്ത സമയത്ത് ഈ സംഗീത സംവിധായകന്റെ ടൈറ്റിൽ വെച്ചിരുന്നത്. അപ്പൊ ആ സിനിമയിലെ പാട്ടുകളെല്ലാം വളരെ മികവുറ്റ പാട്ടുകളായിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മമ്മൂട്ടിയുടെ നീലഗിരി എന്ന ചിത്രം വന്നത്. നീലഗിരി നീലഗിരിക്കകത്ത് തുമ്പി നിൻമോഹം പൂവണിഞ്ഞു എന്നുള്ളൊരു ഗാനം, പിന്നെ അതിനകത്ത് വേറെയും മനോഹരമായ കുറെ ഗാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം കേൾക്കാൻ വളരെ ബിംബമുള്ള ഗാനങ്ങൾ. അതിനൊപ്പം തന്നെ അതിനുശേഷമാണ് സൂര്യമാനസം എന്ന ഒരു സിനിമ മമ്മൂട്ടി ചിത്രം വന്നത്. ആ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിജി തമ്പിയാണ്. ആ സിനിമയ്ക്കകത്ത് തരളിത രാവിൽ മയങ്ങിയോ എന്നുള്ള ഒരു ഗാനം, അത് അന്നത്തെ കാലത്ത് ഒരു വൻ ഹിറ്റ് പാട്ട് തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പല ഭാഷകളിലെ പേരുകൾ മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ ഈ കീരവാണി എന്ന് പറഞ്ഞ സംഗീത സംവിധായകനുണ്ട്. അദ്ദേഹം തമിഴിൽ ചെയ്തപ്പോൾ മരകതമണി എന്നാണ് എഴുതിയിരുന്നത്, ഹിന്ദിയിൽ ചെയ്യുമ്പോൾ MM ക്രീം. അപ്പൊ MM ക്രീമിന്റെ ഗാനങ്ങൾ ഞാൻ ഇടയ്ക്ക് ഹിന്ദി കാസറ്റിന്റെ ഒരു വൻ കളക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിലെ ഗാനങ്ങൾ, കുറച്ച് ഗാനങ്ങൾ എന്റെ കളക്ഷൻ എന്റെ കയ്യിലുള്ളതിൽ ഈ MM ക്രീമിന്റെ പാട്ടുകളും ഉണ്ട്. അതാണ് ഈ കീരവാണി. അപ്പൊ ഈ MM ക്രീമിന്റെ പാട്ടുകൾ കേട്ടതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയ ഒരു പാട്ട് ക്രിമിനൽ എന്ന് പറയുന്ന നാഗാർജുനെയും മനീഷ കൊയ്രാളെ അഭിനയിച്ച സിനിമ. ആ സിനിമയ്ക്കകത്ത് ഒരു പാട്ടുണ്ട്, തൂമിലെ ദിൽഖിലെ എന്നുള്ള പാട്ട്. വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് ആണ് ആ പാട്ട്. അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഗാനം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, ഇത് ആരാണ് ഈ മ്യൂസിക് ചെയ്തത്? MM ക്രീമാണ് അവിടെ. ഇദ്ദേഹം അതിനുശേഷം കുറെ നാളിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് മലയാളത്തിൽ ഭരതന്റെ ഒരു സിനിമ ചെയ്തു, ദേവരാഗ സിനിമ. ആ സിനിമയ്ക്കകത്ത് പാട്ട് എഴുതിയിരിക്കുന്നത് MD രാജേന്ദ്രനാണ്. അതിലെ പാട്ടുകൾ എല്ലാം അതിമനോഹരമായിട്ട് തന്നെയാണ്. പിന്നെ ഭരതനെ പോലെ ഒരു പേര് കേട്ട ഒരു പ്രശസ്തനായ ഒരു സംഗീതജ്ഞാനമുള്ള ഒരു സംവിധായകന്റെ സിനിമയും കൂടി ആവുമ്പോൾ സിനിമ പാട്ട് അങ്ങേയറ്റം 100% സിനിമയോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം കൂടുതലും തെലുങ്ക് സിനിമകൾ ഇങ്ങനെ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ ഡബ് ചെയ്ത് വന്ന പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ അതിനുശേഷം ബാഹുബലി വന്നപ്പോൾ ബാഹുബലിക്കകത്തുള്ള പാട്ടുകൾ, അത് ആദ്യം ഫസ്റ്റ് ഭാഗം ആയിക്കോട്ടെ, രണ്ടാം ഭാഗം ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, പക്ഷെ അതിനകത്ത് പാട്ടുകളൊക്കെ അതിമനോഹരമായ പാട്ടുകളും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ബാഹുബലി എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാട്ട് വരുന്നുണ്ട്, പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത്ര മനോഹരമായി വേറെ ആർക്കും, ഇപ്പൊ എന്റെ ഒരു കണക്കനുസരിച്ച് ഇപ്പൊ നമ്മൾ നോർമലി ഒരു ബ്രഹ്മാണ്ഡ സിനിമ ആകുമ്പോൾ ആ സിനിമയ്ക്കകത്ത് മ്യൂസിക് റൊമാൻ ചെയ്താലേ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൊഴുക്കൂ. പക്ഷെ ഈ ബാഹുബലി സിനിമ ഞാൻ തിയേറ്ററിൽ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ആ ബാഹുബലിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ടൈറ്റാനിക്കിന്റെയൊക്കെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത മ്യൂസിക് ഡയറക്ടർ ജെയിംസ് ഹോണറിനൊപ്പം നിൽക്കാനുള്ള ആ ലെവലിലേക്ക് എത്താനുള്ള എല്ലാ കഴിവുമുള്ള ഒരു മനുഷ്യനാണ് ഈ കീരവാണി എന്ന് പറയുന്ന മരകതമണി അല്ലെങ്കിൽ ഈ MM ക്രീം. എന്തായാലും ഇദ്ദേഹത്തിന് ഇന്നലെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് 95ാമത് ഓസ്കാർ വേദികളിൽ അങ്ങേർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം.
അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം രണ്ട് വാക്ക് പുള്ളിക്കാരനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇനിയും മരകതമണി അല്ലെങ്കിൽ ഈ കീരവാണി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഇനിയും ഒരുപാട് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഇദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് കിട്ടിയിരുന്നു. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾക്ക് അർഹനായ ഒരു മനുഷ്യനാണ് ഈ കീരവാണി. അദ്ദേഹത്തിന്റെ സംഗീതത്തിന് എന്തോ ഒരു മാന്ത്രിക സ്പർശമുണ്ട്. അപ്പോൾ ഈ കീരവാണി എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ മലയാളത്തിൽ നിന്ന് ഇപ്പൊ അകന്നു നിൽക്കുകയാണ്. കാര്യം ഈ ഇടയ്ക്കൊന്നും മലയാളത്തിൽ പാട്ട് പുള്ളിക്കാരൻ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും മലയാളത്തിൽ ഈ കീരവാണി എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ വീണ്ടും വരണമെന്നും കുറെ ഇമ്പമുള്ള ഗാനങ്ങൾ വീണ്ടും ചെയ്യണമെന്നും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്.